കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കാരണം നടൻ ദിലീപ് ഇതിൽ കുറ്റക്കാരനാണ് എന്നും അല്ല എന്നും വിശ്വസിക്കുന്നവരുണ്ട്. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയാണ്. പൾസർ സുനിയുടെ മൊഴിക്കനുസരിച്ചായിരുന്നു ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പുറത്തുവന്നത്. പൾസർ സുനിക്ക് നടിയെ തട്ടിക്കൊണ്ടുപോകാനും ചിത്രങ്ങൾ പകർത്താനുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയത് ദിലീപാണ് എന്നായിരുന്നു പൾസർ സുനിയുടെ വാദം. ഇതോടെയാണ് ദിലീപ് കുറ്റക്കാരനാണ് എന്നുവരെ പുറത്തുവന്നത്. അതേസമയം ഈ കേസിന്റെ വിധി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. 8.5 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ ഇതാ കേസിന്റെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികളെല്ലാവരും. എന്നാൽ ദിലീപിന്റെ ഭാവിയും ജീവിതവുമെല്ലാം ഈ ഒരു കേസിനെ ആസ്പദമാക്കിയാണ് ഇനി ഉള്ളത് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ നഷ്ടം തന്നെയായിരുന്നു കഴിഞ്ഞ 8 വർഷം. സിനിമയിൽ തിളങ്ങി നിന്ന് ജനപ്രിയ നായകനായി മാറിയ സമയത്താണ് ദിലീപിനെ തേടി അപ്രതീക്ഷിത ഈ കേസ് വന്നത്. ഈ കേസ് ദിലീപിന്റെ കരിയറിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു. ഈ കേസിന്റെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് പലരും, ദിലീപിനെ വെച്ച് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് ദിലീപ് ഈ 8 വർഷം കൊണ്ട് ചെയ്തു തീർത്തത്. അതിൽ പലതും പരാജയമായിരുന്നു. ദിലീപിനെ കുറിച്ച് പറയുമ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും 100 നാവാണ്. മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ്. എന്നാൽ കഴിഞ്ഞ 8 വർഷത്തോളം പലരും ദിലീപിനെ വെറുക്കുന്ന സാഹചര്യങ്ങളുണ്ടായത്. കടുത്ത വിമർശനങ്ങളിലൂടെയാണ് ദിലീപ് കടന്നുപോയത്. അങ്ങനെ 8 വർഷങ്ങൾ പിന്നിടുമ്പോൾ കേസിന്റെ വിധി വരാനിരിക്കുകയാണ്. വിധി വന്നു കഴിഞ്ഞാൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നും കൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ കരിയറിലെ വൻ തിരിച്ചുവരവ് തന്നെയായിരിക്കും ഇത്. സമ്പാദ്യം കൊണ്ടും മറ്റെന്തും കൊണ്ടായാലും ദിലീപ് വളരെ തകർന്ന വർഷങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ 8 വർഷം. ഒരുപാട് പണം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞു. കേസിന്റെ വിധിക്ക് വേണ്ടി കാത്തിരുന്ന സമയങ്ങളൊക്കെ തന്നെ ദിലീപിന്റെ കരിയറിലെ വൻ നഷ്ടങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ നോവലിസ്റ്റും സംവിധായകനുമായിരുന്ന സുനിൽ പരമേശ്വർ പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മുഖമായിട്ടായിരുന്നു ദിലീപിനെ നമ്മൾ കണ്ടത്. എന്നാൽ ഈ ഒരു അവസരത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ചെയ്തിട്ടുണ്ടെങ്കിലും ദിലീപിന് തന്നെയാണ് ഈ ഒരു കേസ് കൊണ്ട് കൂടുതലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വിശ്വാസവഞ്ചനയിൽപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ നല്ലൊരു ശതമാനം പോവുകയും ചെയ്തിട്ടുണ്ട് ദിലീപിന്. തന്റെ കരിയറിൽ തന്നെ വൻ നഷ്ടങ്ങൾ സംഭവിച്ച വർഷങ്ങൾ. ദിലീപ് നിരപരാധിയാണ് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന്റെ വൻ തിരിച്ചുവരവ് തന്നെയായിരിക്കുമെന്നും അദ്ദേഹം വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തു.